നമസ്കാരം. കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കുളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പം 10-20 ഏതാണ്ട് അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. നമ്മൾ വേറെയും ദൂരെ പോകുന്നില്ല. നമ്മുടെ കണ്ണൂരുള്ള ക്യാപിറ്റൽ മാളിലുള്ള ഗ്രീൻ സൈബർ മാർക്കറ്റിൽ നിന്ന് അകത്ത് നിന്നാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആ സഞ്ചാരത്തിൽ പലരോടും നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യം ചോദിക്കുന്നു. ആ പരിചയപ്പെടുന്നതിടയിൽ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കുളിലേക്ക്. അപ്പം മൊബൈലിനും കമ്പ്യൂട്ടറിനും ലാപ്ടോപ്പിനും ഒക്കെ ആയിട്ടുള്ള ഏറ്റവും വലിയ ഷോറൂമാണ് ഇമേജ് എന്ന് പറയുന്നത്. വിലക്കുറവ്, ഗുണമേന്മ, സെലക്ഷൻ, ഗുഡ് സർവീസ് ഒക്കെ നൽകുന്ന സ്ഥാപനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം വിൽക്കപ്പെടുന്ന, ഓരോ ദിവസവും അതിൻ്റേതായിട്ടുള്ള ഓഫറൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് മാറ്റിവെക്കുന്ന ഒരു സ്ഥാപനമാണ് ഗ്രീൻ സൈബർ മാർക്കറ്റ്. ഇവിടെ നിന്നാണ് എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത്, അവർ എന്തോ പ്രൊഡക്റ്റ് എന്നാണ് നിങ്ങൾക്ക് നോക്കാം. നമസ്കാരം. ഒന്ന് തിരിഞ്ഞു. ഓക്കെ, നമസ്കാരം. പേരെങ്ങനെയാണ്? രഞ്ജിത്ത്. അറിയപ്പെടുന്ന പേര്? രഞ്ജിത്ത് കുമാർ. ഓക്കെ. ഇനീഷ്യൽ MK. എന്താണ് MK? മുണ്ടയാട്ട് കോട്ടത്തിൽ. ഈ കോട്ടത്ത് അവിടെ കോട്ടമുണ്ടോ ശരിക്കും? ക്ഷേത്ര കാവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ആഘോഷമൊക്കെ എപ്പോഴാണ് നടക്കാറ്? അവിടെ നവംബർ. അവിടെ എന്തൊക്കെയാണ് അവിടെ ഈ തെയ്യക്കോലം ഏതൊക്കെയാ? അവിടെയുള്ളത് ഒന്ന് വിഷ്ണുമൂർത്തിയുണ്ട്, പിന്നെ ചീറങ്ങോട്ട് ഭഗവതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുലദൈവമുണ്ട്, പിന്നെ ഗുളികൻ പുറങ്കാലം എന്ന് പറയുന്ന ഗുളികനും മറ്റേ നേരത്തെ പറഞ്ഞും കിട്ടും. പക്ഷേ ഈ ചീറങ്ങോട്ട് ഭഗവതി അത് കേട്ടില്ല. അത് അവിടെ മാത്രമേ. പുതിയ ഭഗവതി എന്നൊക്കെ പറയുന്ന പോലെ പന്തൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് പന്തം ചുറ്റും ഉണ്ടാവും. 3-4 പന്തം. വലിയ പന്തം. അത് രാത്രി പൊലിച്ചക്കാണോ ഇറങ്ങുന്നത്? എത്ര മണിക്ക്? പൊലിച്ചക്ക് 5 മണി. അവിടെ എത്ര ദിവസം ആഘോഷം ഉണ്ടാവുക? അവിടെ 2 ദിവസം. തറവാട് ക്ഷേത്രം. അതെ. താമസിക്കുന്ന കറക്റ്റ് സ്ഥലത്തിന്റെ പേര്? ഇത് പഴയങ്ങാടിയാണ്. ഞാൻ താമസിക്കുന്നത് കല്ലേശ്ശേരിയാണ്. പഴയങ്ങാടി എവിടെയാ? പഴയങ്ങാടി അടുത്തില്ല. അത് പഴയങ്ങാടിന് അടുത്താണോ? അല്ല, പഴയങ്ങാടി അടുത്ത് തന്നെ. പഴയങ്ങാടി കഴിഞ്ഞിട്ട് നമ്മുടെ പിലാത്ര പോകുന്ന വഴിക്ക് എരിപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പ് നവംബറിലാണ്. നവംബറിൽ ഇപ്പോൾ ഡേറ്റ് ഇതിപ്പോൾ അടുത്ത മാസമായി 28 ആണ്. അതെ. അപ്പം ആഘോഷമാണ്. വ്യത്യസ്തമായ തെയ്യക്കോലങ്ങൾ കാണാം. അപ്പോൾ അവിടെ എല്ലാവരും വരിക. ഭക്തജനങ്ങളുടെ നമ്മുടെ തെയ്യക്കോലങ്ങളുടെയൊക്കെ ദൈവങ്ങളുടെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങുക. ഒരു തറവാട്ട് ക്ഷേത്രം കൂടിയാണല്ലേ? അപ്പോൾ ഞാൻ ചെറിയ കാര്യം ചോദിക്കും, നിങ്ങൾ എന്താ പരിപാടി? ബിസിനസ്? ഞാൻ ഈ കമ്പനിയുടെ സെയിൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ കമ്പനി? ഇത് ഫ്രോസൺ ഫുഡ്സ് ആണ്. സുമേരു എന്ന് പറയുന്ന ബ്രാൻഡാണ്. സുമേരു എന്നാ കേട്ടിട്ടുണ്ട്. 45 വർഷമായിട്ടുള്ള ബ്രാൻഡാണ്. അപ്പോൾ എന്തൊക്കെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് ഇതിൽ? ബ്രെഡഡ് ഐറ്റം, നെഗറ്റ്സ്, ബർഗർ, സോസേജ്, അതുപോലെ വെജിറ്റേറിയൻ സെക്ഷനിലാണെങ്കിൽ ഗ്രീൻ പീസ്, ഫ്രഞ്ച് ഫ്രൈസ്, സ്വീറ്റ് കോൺ, അങ്ങനെ വെജിറ്റബിൾ ബ്രെഡഡ് ഐറ്റം വേറെയും കുറേ ഉണ്ട്. അങ്ങനെ ഫ്രോസൺ പൊറോട്ട ഉണ്ട്. ഈ പൊറോട്ടയൊക്കെ നമുക്ക് ശരിക്കും എത്ര ദിവസം വരെ യൂസ് ചെയ്യാം? 1.5 ഇയർ വരെ ഷെൽഫ് ലൈഫ് ഉണ്ട്. 1.5 ഇയർ? -23 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1.5 ഇയർ വരെ വളരെ കേടുകൂടാണ് സൂക്ഷിക്കുന്നത്. നല്ല ചുട്ട് അപ്പം എടുക്കുന്ന പൊറോട്ടയുടെ അതേ ഇതിൽ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ ഇതുപോലെ ഈ റെഡിമെയ്ഡ് പൊറോട്ടയൊക്കെ നമ്മുടെ ഇപ്പം കേരളത്തിലേക്ക് ഇപ്പം അടുത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഫസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയ സ്ഥലമൊക്കെ എവിടെയാണെന്ന് പറയുന്നത്? ഇത് കൂടുതലും കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണ് കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫ്രോസൺ പൊറോട്ടയൊക്കെ. ഇപ്പോൾ ഇത് കേരളത്തിലും പോപ്പുലറായിട്ട് കുറേ വർഷങ്ങളായി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫ്രോസൺ ഞങ്ങളുടെ ഈ കമ്പനി തന്നെ 45 വർഷമായിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാൻ തന്നെ ഈ കമ്പനിയിൽ കഴിഞ്ഞ 13 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മുടെ വെച്ചാൽ ഇപ്പോൾ കൂടുതൽ അണുകുടുംബമായിട്ട് മാറുമ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ ജോലിക്ക് പോകുന്നു, കുട്ടികൾ ട്യൂഷനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ സാധനം പോയി കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് അല്ലേ, തിരക്കുള്ള ജീവിതമാണ് അവിടെ പെട്ടെന്ന് കഴിക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ നന്നായിട്ട് പോട്ടെ. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ഓൺ സ്പോട്ട് സമ്മാനമാണ്. അതായത് ഒരു നിശ്ചിത ദൂരത്തിൽ മാത്രം ഏറ്റവും കൂടുതൽ സമയം ഒരു നിശ്ചിത സ്ഥലത്തൂടെ നടന്ന് ജോലി ചെയ്യുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ സമയം ഒരു നിശ്ചിത ദൂരത്തിൽ നടന്ന് ജോലി ചെയ്യുന്നത് ആരാണ്? അപ്പോൾ എന്തായാലും സമയം നടക്കട്ടെ, കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹലോ മാഡം. അപ്പോൾ നിങ്ങളുടെ ഒരു പേര്? പ്രഷീജ. ഷോർട്ടായിട്ട് പറഞ്ഞാൽ എന്താ വിളിക്കുക വീട്ടിൽ നിന്ന്? പ്രഷീന്ന് വിളിക്കും. വേറെ ഈ കുട്ടിക്കാലത്ത് അവനെ പേര് വല്ലതും ഉണ്ടായിരുന്നു? കുട്ടിക്കാലത്ത് നമ്മൾ ചിന്നു, പൊന്നു, മിന്നു എന്നൊക്കെ വിളിക്കുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും വിളിച്ചായിട്ട് ഓർമ്മയുണ്ടോ? അച്ഛൻ പ്രഷി അങ്ങനെ തന്നെ വിളിക്കാം. താമസിക്കുന്ന എവിടെയാ? ഇപ്പൊ കണ്ണൂര് എവിടെ? മുന്നേ താമസിച്ച എവിടെയാ? തലശ്ശേരിയാണ് സ്വദേശം. തലശ്ശേരി എവിടെ? കൊളശ്ശേരി എവിടെയായിട്ട് വരും? തലശ്ശേരി ഡൗൺ ടൗൺ മോളിനോട് ചേർന്നിട്ട്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് 10-17 വർഷം. കണ്ണൂർക്കാരിയായി. ജോലി എന്തെങ്കിലും? ഞാൻ ഇംഗ്ലീഷ് ട്രെയിനറാണ്. ഇംഗ്ലീഷ് ട്രെയിനറാണ്. എത്ര വർഷമായിട്ട്?
10-25 വർഷമായി. ഏതൊക്കെ മേഖലയിലാണ് ട്രെയിനിങ് നടക്കുന്നത് ഇപ്പോൾ? ഇംഗ്ലീഷിൽ പ്രൊഫഷണൽസിനും പിന്നെ ഏജോ ക്വാളിഫിക്കേഷനോ ഒന്നും പാടില്ല, ആ രീതിയിലാണ്. ശരിക്കും നമ്മൾ കുറച്ച് വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നില്ല, ഒരു 2020 കൊറോണയ്ക്ക് ശേഷം അങ്ങനെ ജോലി ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ എന്താ പറയുക, ആ ഒരു നൊസ്റ്റാൾജിയ വിടൂലല്ലോ നമുക്ക്. ചെറിയൊരു കാര്യം ചോദിച്ചു, നമ്മൾ ഇംഗ്ലീഷ് പെട്ടെന്ന് നമുക്ക് എഴുതാനും വായിക്കാനും എഴുതാനില്ലെങ്കിലും വായിക്കാനും സംസാരിക്കാനും പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു സംഭവം കഴിവ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? മെയിനായിട്ടും കുട്ടികൾക്ക് കുട്ടികളിൽ നിന്ന് ഞാൻ പറയുന്നത്, എനിക്ക് ഡോക്ടേഴ്സ്, പ്രൊഫസേഴ്സ്, ടീച്ചേഴ്സ് എല്ലാം കുട്ടികളാണ്, എല്ലാം എൻ്റെ മക്കളാണ്. ടീച്ചർ എന്നല്ല, എന്നെക്കാളും ഏജുള്ള ആളുകളുണ്ട്. പഠിപ്പിക്കുന്ന സമയത്ത് അതെ, അതായത് ബേസ് ഇല്ലാത്തതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. ഇപ്പം എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ഡോക്ടേഴ്സ് ആയാലും പ്രൊഫസേഴ്സ് ആയാലും അവർ പഠിക്കാൻ മിടുക്കരായതുകൊണ്ടാണ് ആ ജോലിയിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ബേസിക്കലി എന്താ പറയുക വെച്ചാൽ, എക്സാം എഴുതി പാസ്സായി വന്നു അങ്ങനെയെന്നുള്ളത്. പക്ഷേ ബേസിക്കലി അവർക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഗ്രാമേഴ്സ്, ഈസിയാണ്, സിമ്പിളായിട്ടുള്ള ഗ്രാമേഴ്സ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷമാണ് ഗ്രാമറിനെ കുറിച്ച് ചിന്തിച്ചത്. അതിനു മുന്നേ നല്ല സ്കൂളായതുകൊണ്ട് ട്രെയിനിങ്ങിൽ കുഞ്ഞുനാൾ മുതലേ സംസാരിക്കുന്നുണ്ടായിരുന്നു. വളരെ കുഞ്ഞുനാൾ മുതൽ 1ാം ക്ലാസ്സിലെല്ലാം പ്രസംഗത്തിനെല്ലാം മത്സരത്തിനൊക്കെ കിട്ടിയിരുന്നു, ചിൽഡ്രൻസ് ഡേക്കൊക്കെ. പക്ഷേ ഈ ഫീൽഡിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ, ഗ്രാമർ അറിയാത്തവർക്ക് ഗ്രാമർ അറിഞ്ഞില്ല എന്നുള്ളൊരു പേടി, ഗ്രാമർ അറിയുന്നവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെവിടെ കൊണ്ടുവന്ന് ഒന്നൊരു മേർജ് ചെയ്യണമെന്ന് ഞാൻ നോക്കി. അത് ഈ എക്സ്പീരിയൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഓരോരാൾക്ക് വേണ്ടുന്നത് എന്താണ്, വെരി വീക്ക്, ഇൻ്റർമീഡിയറ്റ്, ബിഗിനർ, അഡ്വാൻസ്. കണ്ണൂരിൽ ഞാനാണ് അത് ആദ്യം കൊണ്ടുവന്നതെന്ന് ഞാൻ കരുതിയിരിക്കുന്നത്. അതായത് തീരെ അറിയാൻ പാടില്ലാത്തവർ, കുറച്ചറിയുന്നവർ, ആദ്യമേ വരുമ്പോൾ സംസാരിക്കാൻ അറിയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ്, അപ്പം വെരി വീക്ക്, ഇൻ്റർമീഡിയറ്റ്, ബിഗിനർ, അഡ്വാൻസ് പറഞ്ഞിട്ട് 4 കാറ്റഗറി. ആ 4 കാറ്റഗറിയിൽ വീണ്ടും 4 ഉണ്ട്. അതായത് തീരെ അറിയാൻ പാടില്ലാത്തവർ, അങ്ങനെ എന്നെ പോലുള്ള ആൾക്കാർ. എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ കാര്യം ചോദിച്ചത്. ഓക്കെ, എത്ര അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കേരളത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കയ്യിലുണ്ടാവും. പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെ കൊണ്ടുപോകണം, അത് നമ്മൾ പറയുമല്ലോ, ഒരു എന്താ പറയുക, ലൈക്ക് അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് നമ്മൾ പറയും, കാര്യങ്ങൾ പറയുമ്പോൾ, ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെ അത് കൊണ്ടുവരണമെന്നില്ല, മേർജ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ, അത് ഓരോരാളുടെ പൾസ് നോക്കിയിട്ട് എന്താണ് അവർക്കുള്ള വിഷയം. എന്താ പറയുക, ഇപ്പം ഫസ്റ്റ് റാങ്ക് നേടിയ 2 പേര് 2 തലത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആളുടെ പ്രോബ്ലം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവരുടെ ആത്മാവിലേക്ക് ഇറങ്ങാമെന്ന് പറയാം. യഥാർത്ഥത്തിൽ അതാണ് ചെയ്യുന്നത്. എന്നാൽ വളരെ സന്തോഷം. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ, ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും ഇനി വരുന്ന കാലഘട്ടത്തിലും ഇംഗ്ലീഷ് നമുക്ക് മസ്റ്റാണ് അല്ലേ. ഇംഗ്ലീഷ് ഇല്ലാതെ നമുക്ക് ഒരു കാര്യത്തിലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ പരമാവധി എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുക, അതിൻ്റെ കാര്യങ്ങൾ അറിയുക. ഇപ്പം ഞാൻ മേഡത്തോട് ചോദിച്ച പോലെ അറിയാത്തവരോട് അറിയുന്നവരോട് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സന്തോഷം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് നമ്മളിപ്പം ജോലി എന്ന് പറയുന്നത്, നേരത്തെ മേഡം പറഞ്ഞ പോലെ നമുക്ക് പല രീതിയിലുള്ള ജോലി ഉണ്ടാവും. അത് പിന്നെ നമ്മുടെ ദിവസക്കൂലി വാങ്ങുന്ന ജോലി ആയാലും മാസ ശമ്പളം വാങ്ങുന്നതായി കഴിഞ്ഞാൽ, പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ ഗുണവും അതിൻ്റേതായ വാല്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ സമയം ഏറ്റവും ചെറിയ ദൂരത്തിൽ നടന്ന് ജോലി ചെയ്യുന്നത് ആരാണ്? അത് ഫണ്ണിയാണ് അല്ലേ? ഫണ്ണിയാണ്, പക്ഷെ നമ്മളിത് കാണാറുണ്ട്, ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണും. ഏറ്റവും ചെറിയ ദൂരം ആ ദൂരത്ത് നിന്നുകൊണ്ട് മാത്രം ഏറ്റവും കൂടുതൽ ടൈം നടന്ന് ജോലി ചെയ്യുന്നത് ആരാണ്? കിച്ചണിൽ ലേഡീസിന്. പക്ഷെ അവർക്ക് ശമ്പളം പൈസ ദിവസക്കൂലി ചെയ്യുന്നില്ലല്ലോ. ഇത് പണി, നമ്മൾ പൈസ കൊണ്ട് ചെയ്യുന്ന ജോലി തന്നെയാണ്. ഓക്കെ, പെയ്ഡായിട്ടുള്ള ഇപ്പൊ സുരേഷ് ഗോപിനെ പോലുള്ള ആളുകളെല്ലാം ഭാര്യമാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർ ഇടയ്ക്ക് ഇരിക്കുകയും ചെയ്യും. അതാ കിച്ചണിൽ നമ്മൾ രാവിലെ ഒരു വർക്ക് ചെയ്യും, പിന്നെ ഉച്ചയ്ക്ക് വർക്ക് ചെയ്യും. ആനിമൽ ആണോ ഹ്യൂമൻ ബീങ് ആണോ? എല്ലാം നമ്മൾ. പിന്നെ ഇത് ലേഡീസും ഈ ജോലി ചെയ്യാറുണ്ട്, ജെൻസും ചെയ്യാറുണ്ട്. അപ്പൊ മനുഷ്യരാണ്. ഞാൻ ചോദിച്ചത് ആനിമൽസ് ആണോ ഹ്യൂമൻ ബീങ് ആണോ? ക്ലീനിങ് പീപ്പിൾ അല്ല. എന്തെങ്കിലും ഒരു ക്ലൂ നിങ്ങൾ കാണാറുണ്ട്? അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഒരു ഫോൺ വന്നതിന് ശേഷം ഇങ്ങനെ റീൽസ് നോക്കുന്നുണ്ട്, മെമ്മറി ഇച്ചിരി കുറയും, ഏതാണ് സ്റ്റക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, എന്നാലും ഒരു ചെറിയ ക്ലൂ എന്ന് പറഞ്ഞാൽ യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇവരെ കാണുന്നത്. യാത്ര മീൻസ് ട്രെയിൻ ആകാം,
ട്രാൻസ്പോർട്ട് എന്തും. ഐ എം സോറി. അപ്പോൾ ഓക്കെ മാഡം, കാണാം. താങ്ക് യു. ഓക്കെ. നമ്മുടെ 2 കൂട്ടുകാർ പേന ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ബ്ലൂ മഷിയാണോ ബ്ലാക്ക് മഷിയാണോ എന്ന് അറിഞ്ഞൂടാ. നമസ്കാരം. പേരെങ്ങനെ? രമേശ്. എവിടെ സ്ഥലം? ചെക്കിക്കുളം. കൂട്ടുകാരൻ്റെ പേര് റിജാസ്. ചെക്കിക്കുളം. രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ഞാൻ ഡോക്ടറാണ്. എവിടെയാ? പാലക്കാട് ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്? എത്ര വർഷമായിട്ട് അവിടെ? ഞാൻ ഇപ്പോൾ ഇന്റേൺഷിപ്പ് അവിടെ. അപ്പോൾ എന്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്? MBBS. ഓക്കെ. നിങ്ങളും? ഞാൻ ഖത്തറിലാണ്. ശരി. സ്വന്തം സ്ഥലം ഇവിടെ ചെക്കിക്കുളം. ചെക്കിക്കുളമാണ്. അപ്പം നിങ്ങൾ ഖത്തറിൽ നിന്ന് വന്നു, ലീവിലാണ്. അപ്പം പിന്നെ ഇത് നിങ്ങളുടെ ആരാണ്? ഏട്ടനാണ്. അപ്പോൾ ഏട്ടൻ വരുന്നതനുസരിച്ച് അനുജൻ ലീവ് എടുത്ത് വന്നതാണോ? ആണ്. അപ്പം എപ്പോഴാണ് നാട്ടിലേക്ക് എത്തിയത്? 2 ദിവസമായി. ഖത്തറിൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഖത്തർ പിന്നെ അവിടെ ദോഹയിൽ ഫുട്ബോൾ സംഭവമൊക്കെ ഇപ്പോൾ നടക്കാറുണ്ടോ? ദോഹ ഫുട്ബോൾ അത് 2022 കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞില്ല. പിന്നെ ചെറിയ സംഭവം കേട്ടോ. അന്ന് 2022 അല്ലേ നടന്നു? ഓക്കെ. അപ്പം പേന വാങ്ങാൻ വേണ്ടി വന്നതാണ്. അതെ. എഴുത്താണ് മെയിൻ പരിപാടി. ആവശ്യമുണ്ട്. പിന്നെ ബ്ലാക്ക് മഷിയാണോ പിന്നെ ബ്ലൂ മഷിയാണോ? റെഡ്. അപ്പം തെറ്റ് ഇടാൻ വേണ്ടിയാണോ? ആർക്ക് വേണ്ടിയിട്ട്? സിസ്റ്റർ ടീച്ചറാണ്. അപ്പൊ അവർക്ക് കുട്ടികളുടെ എക്സാം പേപ്പറിൽ ഉത്തരം തെറ്റാണെങ്കിൽ അതിനെ റീമാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല കാര്യം. അപ്പം ഇന്നെന്താ പരിപാടി? ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഇങ്ങനെ കുറച്ച് ഷോപ്പ് ചെയ്യണം. നമ്മളിപ്പം നാട്ടിൽ നിന്ന് വിദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് കാണാനുണ്ടാവും. അവരുടെ വീട്ടിൽ പോകണം, കുടുംബക്കാരുടെ വീട്ടിൽ പോകണം. അങ്ങനെ എന്തെങ്കിലും? നാളെ തിരിച്ചു പോകും. അപ്പൊ അതിനുള്ള തിരിച്ചു പോകും. അപ്പൊ 2 ദിവസം ലീവ്, കുറച്ച് ലീവ് 4 ദിവസത്തേക്ക് ലീവ്. ഓക്കെ. അപ്പം വളരെ സന്തോഷമുണ്ട് പരിചയപ്പെടാൻ പറ്റിയത്. അപ്പം ഡോക്ടേഴ്സ്, ഇപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം മോളെ. വളരെ സിമ്പിളായിട്ട് ചോദ്യം. അതായത് ഒരു നിശ്ചിത ദൂരത്തിൽ ഏറ്റവും കൂടുതൽ സമയം നടന്ന് ജോലി ചെയ്യുന്നത് ആരാണ്? വീട്ടിലമ്മ. പൈസ കിട്ടില്ലല്ലോ. നിശ്ചിത ദൂരത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന് ജോലി ചെയ്യുന്നത് ആര്? പക്ഷെ ആൻസർ കറക്റ്റാണ്. ആൻസർ ഉണ്ട്. രണ്ടുപേരും ടീം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയില്ല. അപ്പോൾ വളരെ സന്തോഷം. പരിചയപ്പെടൽ നടക്കട്ടെ. ഓക്കെ. താങ്ക് യു. ഓക്കെ. അപ്പം ഞാൻ നോക്കുമ്പം പിന്നെ ഒരു കയ്യിൽ പാലും പഞ്ചസാരയും ഒക്കെ പിടിച്ച അമ്മ വരികയാണ്. മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പേരെന്താ? അമ്മാളു. അപ്പം ഞാൻ വിളിച്ചേറ്റ അമ്മയുടെ പേര് അമ്മാളു അല്ലേ? അമ്മാളും അമ്മ എന്നാ വിളിക്കുന്നത്. എവിടെ? വീട് എവിടെയാ? വീട് നടാല് ബൈപ്പാസ് വായനശാല. അവിടെ ജോലി സൂപ്പറായിട്ട്. എത്ര വർഷമായിട്ട്? അവിടെ ഒരു 30 വർഷത്തോളായി. 35 വർഷമായി. അപ്പൊ രാവിലെ എത്ര മണിക്ക് അവിടെ പോകും? അവിടെ ഒരു 9, 8:30, 8:45. എത്ര മണി വരെ? ഒരു 11:30, 12. ഇന്ന് നേരത്തെ വന്നു. ഇനി നേരെ വീട്ടിലോട്ട് പോകും? അല്ലല്ല, ഇവിടെ ഒരു വീട്ടിൽ പണിയുണ്ട്. കിച്ചന്റെ ബാക്കിൽ. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ആ വീട്ടിലെത്തുമ്പോ എത്ര മണിയാവും ഏകദേശം? വീട്ടിലിപ്പോ എത്തി സാധനം വാങ്ങാൻ വന്നതാണ്. വേണ്ടി വന്നതാണ്. സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ഈ ക്യാൻസർ സെന്ററിന്റെ ജോലിയിൽ അവിടെ ഒരുപാട് വ്യത്യസ്തമായ ആൾക്കാരെ നമ്മൾ കാണൂല്ലേ? കാണും. അങ്ങനെ അവിടെ ക്ലിനിക്കാണ്. മറ്റേ ചെറിയ ഡിറ്റക്ഷൻ സെന്റർ ആണ്. കണ്ടുപിടിക്കല്. പിന്നെ പുറത്ത് ക്യാമ്പ് അങ്ങനെയല്ല. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാം. പരിചയപ്പെട്ട സന്തോഷം. അപ്പം പാല് വാങ്ങിയത് പാലായി കുടിക്കാനാണോ ചായ വെച്ച് കുടിക്കാനാണോ? പണിയെടുക്കുന്ന വീട്ടിലേക്കാണ്. അറിയില്ല. ശരി. അപ്പൊ എന്താ അറിയാം, പണിയെടുക്കുന്ന വീട്ടിലോട്ടാണ്. പാലും ഉണ്ട്, പഞ്ചസാരയും ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ പായസം വെക്കാം അല്ലേ? അത് എന്താ ബിസ്ക്കറ്റ് ചാനൽ കണ്ടോണ്ടിരിക്കുന്നല്ലേ? അത് നമുക്ക് ഇതാവോ? ഒന്നുമില്ല. നമുക്ക് നല്ല നമ്മ പാട്ട് പാടാറുണ്ടോ? പണ്ട് പാടിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കുകയാണെ, ഉത്തരം പറഞ്ഞാൽ നമുക്ക് സമ്മാനമുണ്ട്. അതായത് ഒരു നിശ്ചിത ദൂരത്തിൽ ഏറ്റവും കൂടുതൽ സമയം നടന്ന് ജോലി ചെയ്യുന്നത് ആരാണ്? ഏറ്റവും ചെറിയ ദൂരത്തിൽ ഏറ്റവും കൂടുതൽ സമയം നടന്ന് ജോലി ചെയ്യുന്നത് ആരാണ്? മനുഷ്യന്മാരുണ്ട്. ജോലി ചെയ്യുന്നത് ഇങ്ങനെ പണിയെടുക്കുന്ന കൂട്ടർ. ആരാണെന്നാണ്? സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ഏതാ ജോലി? ഏതാ പണി? നടക്കുന്ന ജോലി എന്ന് പറയുമ്പോ നടക്കുന്ന ജോലി പറയുന്നത് മാത്രം ജോലി ചെയ്യും. നടന്നിട്ട് എല്ലാത്തിനും നടക്കണ്ടേ? പക്ഷെ ഇതൊരു ചെറിയ ദൂരം താഴെ മാത്രം നടന്ന് ജോലി ചെയ്യാം. പുറത്തോട്ടൊന്നും പോരാ. പുറത്തോട്ട് ഇറങ്ങിയിട്ട് ജോലി ചെയ്യില്ല. അടുക്കളയിൽ മാത്രം. എന്തായാലും സന്തോഷം അമ്മ. കാണാം. ഓക്കെ. സന്തോഷം. ഓക്കെ. താങ്ക് യു. സാറിന്റെ പേര്? സുരേഷ്. സാറിന്റെ വീട് എവിടെയാ? കണ്ണൂർ തന്നെ. സുരേഷ് വർക്ക് ചെയ്യുന്ന എന്തായിരുന്നു? ജോലി എന്തായിരുന്നു? വിദേശം എവിടെയായിരുന്നു? ഖത്തറിൽ എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? More than 15 years.
അപ്പോൾ ഇപ്പം വേറെ ആരെ കൂടെ വന്നിരിക്കുന്നത്? എന്നെ നോക്കാൻ വന്നു. നോക്ക് പർച്ചേസിങ് നോക്കാൻ വേണ്ടി വന്നു. ഓക്കെ. അപ്പോൾ സാർ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ഏറ്റവും ചെറിയ ദൂരത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന് ജോലി ചെയ്യുന്നത് ആരാണ്? ഇതിൽ ജെൻസാണ് കൂടുതൽ ജോലി ചെയ്യുന്നത്, പക്ഷേ ഇത് ലേഡീസും ഈ ജോലി ചെയ്യാറുണ്ട്. ഒരു നിശ്ചയ ദൂരത്തിൽ നിന്ന് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്യുന്നത്. ബസ്സിലൊക്കെ ടിക്കറ്റ് കൊടുക്കുക. ബസ്സിൽ ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരാ? ആ ലേഡീസ് ഇപ്പോൾ ടിക്കറ്റ് ഇതാക്കുന്നുണ്ട്. സുരേഷ് ചേട്ടൻ വിദേശത്ത് ഖത്തറിലായിരുന്നു. ഏതാ 15 വർഷം. ഇത് എന്ത് കാലിനെന്താ പറ്റിയായിരുന്നു? സ്ട്രോക്കായിരുന്നു. എത്ര വർഷം മുന്നേ ആയിരുന്നു? 2 മാസം മുന്നേ. 2 മാസം മുന്നേ. ഇപ്പം ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഖത്തറിലുള്ള സമയത്താണ്. ഇതിപ്പം ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിസിയോതെറാപ്പി ഒക്കെ നടക്കുന്നത്. ഏത് ഡോക്ടർ എടുക്കുക? ആ മെഡിസിൻ ഉണ്ട് ഇപ്പം? മെഡിസിൻ മറ്റേ ഇത് ഷുഗറിൻ്റെ. അപ്പോൾ ആ സമയത്ത് പ്രഷർ ഉണ്ടായിരുന്നു? പട്ടണക്ക് മെഡിസിൻ ആ സമയത്ത് കഴിക്കുന്നുണ്ടായിരുന്നു? മെഡിസിനൊക്കെ ചില സമയത്ത് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വിട്ടുപോകും. ഓക്കെ. അപ്പം 15 വർഷം വിദേശത്ത് ഖത്തറിലാണ്. പെട്ടെന്ന് സ്ട്രോക്ക് വന്നപ്പോൾ കാലിന് ചെറിയ പ്രശ്നം ഉണ്ടെന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് പോയിക്കൊണ്ട് ദൈവം സഹായിക്കട്ടെ. അപ്പം ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, അതായത് ഏറ്റവും ചെറിയ ദൂരത്തിൽ ഏറ്റവും കൂടുതൽ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ജോലി ചെയ്യുന്നത് ആരാണ്? ടിക്കറ്റ് ഓടിക്കുന്ന ബസ്സിലെ കണ്ടക്ടർ. ടിക്കറ്റ് കൊടുക്കുകയാണ്. അത് ഇതിൽ നമ്മുടെ ലേഡീസും പിന്നെ ഉണ്ടാവില്ല? ലേഡീസും ഉണ്ടാവും, ചില ബസ്സിലുണ്ടാവും. KSRTC ഉണ്ടാവും. മഹാരാഷ്ട്രയിലുണ്ടാവും. മഹാരാഷ്ട്ര കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഇതാണ്. ചോദ്യമായിരുന്നു, ഏറ്റവും ചെറിയ ദൂരത്തിൽ ഏറ്റവും കൂടുതൽ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ജോലി ചെയ്യുന്നത് ആരാണ്? ഞാൻ പറഞ്ഞത് ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ടെന്ന് പറഞ്ഞു. ഉത്തരം ബസ്സിലെ കണ്ടക്ടറാണ്. അതായത് നമ്മൾ ബസ്സിൽ ടിക്കറ്റ് മുറിച്ച് കൊടുക്കുന്ന കണ്ടക്ടർ. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ലേഡി KSRTC ഒക്കെ നമ്മുടെ ലേഡി കണ്ടക്ടറൊക്കെ ഉണ്ട്. അപ്പം കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ലേഡിയും ഉണ്ട് ജെൻസും ഉണ്ട്. അപ്പം ഏറ്റവും അത് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമാണ്, കാരണം പുറത്തുനിന്ന് ജോലി ചെയ്യില്ല. ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ തുടങ്ങിയാൽ രാത്രി വരെയുള്ള സംഭവമാണല്ലേ നടന്ന് ജോലി ചെയ്യുന്നതാണ്. അത് തീർച്ചയായും. അപ്പം ഉത്തരം സാറിനുള്ള സമ്മാനമാണ്. നമ്മുടെ ചെറിയ സമ്മാനം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്നൊരു സമ്മാനമുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം കൂടി. ഓക്കെ സാർ, അസുഖമൊക്കെ പെട്ടെന്ന് ഭേദമാവട്ടെ. താങ്ക് യു. കാണാം. ഓക്കെ സാർ. അപ്പം നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ.